നമസ്കാരം. സൈബർ ഒളികൾ ഒരു തരത്തിലും മര്യാദ ഇല്ലാത്തവരാണ്, എല്ലാ മര്യാദ സീമകളും ലംഘിക്കുന്നവരാണ്, എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് തരത്തിലും അധപതിക്കുന്നവരാണെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുന്നു. അതിൽ അതിജീവിതയായ ഒരു പെൺകുട്ടിയും അവരുടെ ഫാമിലിയും അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ പിതാവിനെ അതിക്രൂരമായി ഭീകരർ വെടിവെച്ചു കൊന്നു. ആ കാര്യങ്ങൾ പറയാനായി അവൾ മാധ്യമപ്രവർത്തകരോട് മുമ്പിലേക്ക് വന്നു. ആ ട്രോമയെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു ധീരയായ രക്തസാക്ഷിയുടെ മകളായിട്ട് തന്നെയാണ് ആ പെൺകുട്ടി മുന്നിലേക്ക് വന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ ഓരോ കാര്യങ്ങളുടെ വിശദീകരണമാണ്. അവളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള മഹിമയോ ഒന്നുമല്ല ആ വീഡിയോയിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. അതിനൊരു അഭിമുഖം എന്ന് പോലും നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. എന്നിട്ടും ആ പെൺകുട്ടിയുടെ ആ ഒരു വിശദീകരണത്തിന്റെ താഴെ വന്ന ട്രോളുകൾ വളരെ വളരെ മോശപ്പെട്ട ഒരു തരത്തിലുള്ള ട്രോളുകളായിരുന്നു. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, ഒരു രാജ്യസ്നേഹിക്കും ഒരു ട്രൂ ഇന്ത്യന് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ട്രോളുകളും കമന്റുകളുമാണ് അതിന്റെ താഴെ വന്നിരുന്നത്. ആ പെൺകുട്ടി അച്ഛൻ മരിച്ച ഒരാളാണെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് രാമചന്ദ്രന്റെ മകളുടെ കാര്യമാണ്. മരിച്ചുപോയ രാമചന്ദ്രൻ, നമ്മുടെ രാജ്യം എല്ലാ ബഹുമതികളോടും കൂടിയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഭീകരാക്രമണത്തിൽ, പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഭീകരുടെ തോക്കിൻ മുന്നിൽപ്പെട്ട് പിടഞ്ഞു വീണ മനുഷ്യൻ, തലനാഴിഴയ്ക്ക് അദ്ദേഹത്തിന്റെ മകൾ കൺമുമ്പിൽ അച്ഛന്റെ മരണം കണ്ടിട്ടും മക്കളുടെ ഒരു വിൽ പവർ കൊണ്ട്, കൊച്ചുകുട്ടികളായിരുന്നിട്ട് പോലും അമ്മ ലെറ്റ്സ് മൂവ് ഓൺ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് സ്വബോധം തിരിച്ചു നേടി തിരിച്ച് ജീവിതത്തിലേക്ക് ഓടിക്കേറിയ മകൾ, ആ മകളെയും അവരുടെ ഫാമിലിയുമാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെയുമാണ് നമ്മുടെ മലയാളികൾ സദാചാര ഓളികൾ എന്ന് പറയുന്നവന്മാരിരുന്ന് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്ന് ചോദിച്ചു പോവുകയാണ് നമ്മൾ. വേറൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു പട്ടാളക്കാരനല്ല, എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ധീര രക്തസാക്ഷിയെ രാജ്യം അദ്ദേഹത്തെ അംഗീകരിച്ചു. ഒരു മലയാളിയാണ് അദ്ദേഹം. നിർഭാഗ്യവശാൽ മലയാളികളും ആ 27 പേരുടെ മരണത്തിൽ ഒരു മലയാളി ഉൾപ്പെടുകയുണ്ടായി. പാവങ്ങളായ വിനോദസഞ്ചാരികളായിരുന്നു ഇപ്രാവശ്യം ഭീകരരുടെ ആക്രമണത്തിനിരയായത്. ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികൾ, കുട്ടികളും കുടുംബമായിട്ട് കഴിയുന്നവർ. പക്ഷേ ആ മകൾ ഒരു ധീരയായ രക്തസാക്ഷിയുടെ മകളായി വന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി രാജ്യത്തിന് മുമ്പിലാണ് നിന്ന് പറഞ്ഞത്. മാധ്യമത്തിലൂടെ രാജ്യത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കാനും അവരുടെ ഭംഗിയെക്കുറിച്ച് പറയാനും അവർ അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്ന മകൾക്ക് സ്വന്തം അച്ഛന്റെ മരണത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് ചോദിക്കാനുള്ള മലയാളിയുടെ മനസ്സിനെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് സംസ്കാര ശൂന്യന്മാരായി മാറുകയാണോ നമ്മുടെ മലയാളികൾ? എന്ത് പ്രശ്നം ഉണ്ടായാലും പേട്രിയോട്ടിസം എന്നൊരു സാധനം, അത് മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, ജൈൻ എന്നില്ല, ബുദ്ധൻ എന്നില്ല എന്ന രീതിയിൽ നമ്മളിലേക്ക് പകർന്നാടുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തും ഒരു അവസരം നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ ആരെയും എന്തും പറയാം, പ്രത്യേകിച്ച് ഒരു കമന്റിൽ മറഞ്ഞിരുന്നു കൊണ്ട് പറയാം എന്നതിന്റെ ഒരു അഹങ്കാരമായി കണ്ടിരിക്കുകയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഇതിൽ സൈബർ ഡിപ്പാർട്ട്മെന്റ് എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തേർഡ് ഐ ന്യൂസിന് പ്രത്യേകിച്ച് അത് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നവരെ, പ്രത്യേകിച്ചും രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന വൃത്തികെട്ട കമന്റുകളായിരുന്നു ഈ പറയുന്ന രാമചന്ദ്രന്റെ മകളുടെ ഇന്റർവ്യൂവിന് താഴെ വന്നുകൊണ്ടിരുന്നത്. ഏതോ ഒരു മഞ്ഞപ്പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു വില എന്ന രീതിയിലാണ് ആ പെൺകുട്ടിയെ കുറച്ചാളുകൾ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അതുകൂടാതെ രാജ്യദ്രോഹിയായ ഒരുത്തൻ അതിന്റെ താഴെ കൊണ്ടാണ് കമന്റ് ഇട്ടത്, ഹിന്ദുക്കളെ മാത്രം രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ മാത്രം രക്ഷിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ചുട്ടരിക്കുന്ന ഒരു ദിവസം വന്നെത്തും, ഇന്ത്യ എന്ന രാജ്യത്തെ അവന്മാർ കാർക്കിച്ചു തുപ്പും, അന്ന് ഞങ്ങൾ ഇവിടെ മറ്റേവന്റെ വെന്നിക്കൊടി പാർക്കും എന്നൊക്കെ പറഞ്ഞ ഒരുത്തൻ വന്ന് കമന്റ് ഇടുകയുണ്ടായി. അവൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് ഇട്ട്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് തന്നെ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഏതൊരു അക്കൗണ്ടിൽ നിന്നാണ് ആ കമന്റ് ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിന് താഴെ ഇട്ടിരുന്നത്, എന്തായാലും അവൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അവൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിരുന്നാലും അവനെ പോലീസ് പൊക്കും, തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ഇങ്ങനെയുള്ള രാജ്യദ്രോഹികൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇന്ന് ജീവിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മൾ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെ തകർക്കാനായിട്ട് നമ്മൾ ഒരു ഇഷ്ടവുമില്ലാത്ത പാകിസ്ഥാനി ശത്രുക്കൾ, എല്ലാവരും നമ്മുടെ ശത്രുക്കളാണോ നമുക്ക് അറിയില്ല, എങ്കിലും ഭൂരിഭാഗവും ഇന്നും ഈ നിമിഷം വരെയും ഇന്ത്യക്കെതിരെ ആക്രമണം എങ്ങനെയൊക്കെ അഴിച്ചുവിടാം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ദ്രോഹവും ഇന്ത്യക്കാർ പാകിസ്ഥാനെതിരെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത്. നമ്മൾ ജനിക്കുകയും വളരുകയും കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിലോ പാകിസ്ഥാനെതിരെ ദുഷിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയോ നമ്മുടെ പാഠപുസ്തകങ്ങളോ ഒന്നും തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും പാകിസ്ഥാൻ എന്ന രാജ്യം നമ്മളെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കും, നിരപരാധികളെ ചുട്ടുകൊല്ലും, നിരപരാധികളെ ബന്ദികളാക്കുന്നു. എന്നിട്ടും ഇന്ത്യ മാക്സിമം ക്ഷമിക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്യുക. അതിനിടയിലാണ് സപ്പോർട്ട് ചെയ്യേണ്ട മലയാളികളായ 100% സാക്ഷരതയുള്ള, പിന്നെ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്കാർ ചോദിക്കാതിരിക്കുന്ന 100% ലിറ്ററസി സാർ, നമ്മൾ അവർക്കെതിരെ പൊങ്കാലയിട്ടു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ അങ്ങനായി പോകുന്നതിന്റെ കാരണം? 100% സാക്ഷരതയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു അല്പം വിവേചനം, അല്പം വിവേകം എന്ന് പറഞ്ഞൊരു സാധനം മലയാളികൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ താഴെ വന്ന് ആ പെൺകുട്ടിയുടെ ആടയാഭരണങ്ങളെ
കുറിച്ചും ആ പെൺകുട്ടിയുടെ ഒരുക്കത്തെ കുറിച്ചും ഒക്കെ ഘോരഘോരം വിമർശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മുടെ മലയാളികൾക്ക് മാത്രമേ കഴിയുള്ളൂ. നമിച്ചു മലയാളീസ്.